എല്ലാം പടച്ചോന്റെ അനുഗ്രഹ. ഇനി അള്ളാഹ് തന്നതൊരു പരീക്ഷണാണെന്ന് കരുതുക. ആ പരീക്ഷണം കാണുമ്പോഴേക്കും നമ്മൾ വിചാരിക്കേണ്ടത് അവന് മാത്രമുള്ളതാ, നമുക്കൊന്നുമില്ലാന്ന്. ഇന്ന് ചിലർ പറയാറില്ലേ, നമ്മളെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ആരോഗ്യം ക്ഷയിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും സുക്കേട് വരലോ. ഇത് മാത്രല്ല പരീക്ഷണം. അള്ളാഹു ഈ ദുനിയാവിനെ വിശദീകരിച്ചത് ദാറുൽ ബലാ എന്ന പരീക്ഷണങ്ങളുടെ ഭവനം. പരീക്ഷണങ്ങളുടെ ഭവനമായി ദുനിയാവ്. ഏതെങ്കിലും ഒരുത്തൻ ഹോസ്പിറ്റലിൽ വന്ന് പരിശോധിച്ചപ്പം വലിയ സുക്കേടാ. ആ സുക്കേടുമായിട്ട് അതിന്റെ കടലാസും വാങ്ങി തിരിച്ചിറങ്ങി പോകുമ്പം, ഇനി നാട്ടിലാണെങ്കിലും ഒരുത്തൻ അങ്ങനെ ഒരു സുക്കേടുണ്ട്, ഓന് പെട്ടെന്നുള്ള സുക്കേടായിരുന്നു, ഓന് വലിയ അസുഖമാണ് എന്നൊക്കെ അറിയുമ്പോ നമ്മൾ എന്താ പറയല്? വല്ലാത്തൊരു പരീക്ഷണം തന്നെയല്ലേ എന്ന്, അല്ലേ? അങ്ങനെയാന്ന് നമ്മൾ പറയാ, വല്ലാത്തൊരു പരീക്ഷണം തന്നെയെന്ന്. എന്നാൽ അള്ളാഹു പറയുന്നത് അവന്റെ സൂക്കേട് അവന് പരീക്ഷണാണെങ്കിൽ സൂക്കേടില്ലാത്ത ശരീരം നിങ്ങൾക്കുള്ള പരീക്ഷണ. ആരോഗ്യം അള്ളാന്റെ പരീക്ഷണ. ജോലി അള്ളാന്റെ പരീക്ഷണ. ജോലി ഇല്ലാത്തവനും കൂലില്ലാത്തവനും പ്രയാസപ്പെട്ട് നടക്കുമ്പോ ജോലി ഉണ്ടെങ്കിൽ ജോലി ഒരു പരീക്ഷണ. വീടില്ലാത്തവൻ വാടക വീട്ടിൽ കയറി സങ്കടപ്പെട്ട് ആഴ്ചയും മാസവും കടന്നു പോകുന്നത് വെപ്രാളത്തോട് ഓർക്കുന്നുണ്ടെങ്കിൽ, ഒരു കൂലിയും വാടകയും കൊടുക്കാതെ അടച്ചുറപ്പുള്ള റൂം കിടന്നുറങ്ങുന്നത് അള്ളാന്റെ പരീക്ഷണ. നമ്മൾ വിചാരിക്കണ്ട പടച്ചോന്റെ പരീക്ഷണം വേദന മാത്രാന്ന്. ആരോഗ്യം പരീക്ഷണ, ഒഴിവ് സമയം പരീക്ഷണ, ഒരു കുഴപ്പമില്ലാതെ ജീവിക്കൽ അല്ലാണ്ട് ഒരു പരീക്ഷണ, എല്ലോ റാഹത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു പരീക്ഷണ. പരീക്ഷണം എന്ന് പടച്ചോൻ ദുനിയാവിൽ ഉദ്ദേശിച്ചത് അള്ളാഹ് സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ശരീരങ്ങൾ മാത്രമല്ല. ആ പരീക്ഷണത്തിൽ പടച്ചോൻ തരുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണ നമ്മളെ ആരോഗ്യം, നമ്മളെ ആയുസ്. അതുകൊണ്ടാണല്ലോ സഹാബത്ത് ചോദിച്ചു, നബിയെ ജനങ്ങളിൽ ഏറ്റവും നല്ലവനാരാ? ഇന്ന് നമ്മളെ നാട്ടിൽ നമ്മൾ എന്താ പറയാറുള്ളത്? 90-ാമത്തെ വയസ്സാ വാപ്പാക്ക്, വല്യമ്മാക്ക്. ഇനി ഉള്ള വയസ്സുള്ള ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കൂ. ഒരു 10-70 വയസ്സായ 80 വയസ്സായ ചിലരോട് ചോദിക്കുമ്പോ പറയും, 80 വയസ്സായി, പടച്ചോൻ എത്ര റാഹത്ത് തന്ന്, അള്ള തന്നൊരു നിയമത്തല്ലേ, ഇനി മരിച്ചു പോണം, 80ഒക്കെ ആർക്കോ കിട്ടലുണ്ടോന്നാ ചോദ്യം. അതിന്റെ അർത്ഥം പടച്ചോൻ നിങ്ങൾക്ക് തോനെ തന്നു എന്നല്ലോ. സഹാബാക്കൾ ചോദിച്ചപ്പോ അള്ളാന്റെ ഹബീബ് മറുപടി പറഞ്ഞു, മൻ ത്വാല ഉംരിഹി വഹസുന അമലിഹി. 60 കൊല്ലം അല്ലെങ്കിൽ 60-ാം വയസ്സിൽ മരിച്ചോനെ 60 കൊല്ലത്തെ ഉത്തരേ പറയാനുള്ളൂ. 80 വയസ്സായിട്ടും മരിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ 25-ഉം 20-ഉം കൊല്ലത്തെ അധിക ചോദ്യം നമ്മളെ നേരെ വന്നു എന്നർത്ഥം. അല്ലാതെ എനിക്ക് 20 കൂടുതൽ കിട്ടി, എനിക്ക് 90 കിട്ടി, എനിക്ക് 100 വരെ കിട്ടി എന്ന ആഹ്ലാദത്തെക്കാൾ ആ കിട്ടിയ കാലം കൊണ്ട് എനിക്ക് അള്ളാന്റെ അടുത്തേക്ക് എത്ര അടുക്കാൻ പറ്റി എന്ന് ചിന്തിക്കുന്നിടത്താണ് എന്റെ ആയുസ് എനിക്ക് പരീക്ഷണമാണോ, എന്റെ ആരോഗ്യം എനിക്ക് പരീക്ഷണമാണോ എന്ന് ചിന്തിച്ച് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് അള്ളാഹു താല ഓർമ്മപ്പെടുത്തിയതും നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന്, ലാ തസൂലു ഖദമാ അബ്ദൻ യൗമൽ ഖിയാമ. ഇന്ന് നമുക്ക് എഴുന്നേറ്റ് നടക്കണേ, ഒരാളെ സമ്മതവും വേണ്ട. ഇപ്പൊ ഈ കൂട്ടത്തുനിന്ന് ഒരാൾ ഇങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോ ഞാൻ അവിടെ നീ ഇരിക്കുമെന്ന് പറഞ്ഞ അങ്ങക്ക് എന്നോട് തിരിച്ചു ചോദിക്കാൻ വകുപ്പുണ്ട്. ഈ പറയുമ്പോൾ കേൾക്കണോന്ന്, ഈ പറയുമ്പോൾ കേൾക്കണം, ഞാൻ എനിക്ക് സൗകര്യം ഞാൻ പോവും. എന്നാൽ അള്ളാഹു പറയുന്നു, ലാ തസൂലു ഖദമാ അബ്ദൻ യൗമൽ ഖിയാമ. നാളെ പടച്ച റബ്ബിന്റെ മഹ്ശറയിൽ ഒരടി അനക്കാൻ അള്ളാഹ് അവകാശം തരൂല. ലാ തസൂലു, നീങ്ങൂല, ഖദമാ, 2 കാലും. ഒരടിമയുടെ 2 കാലും പടച്ചോൻ അനക്കാൻ സമ്മതിക്കൂല, അവനോടുള്ള ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹ്ക്ക് കിട്ടിയിട്ടല്ലാതെ. അതിൽ ചോദ്യങ്ങളിൽ ഒന്ന് അൻ ഉംരിഹി, അവന്റെ ആയുസ്, അള്ളാഹ് കൊടുത്ത അവന്റെ ജീവൻ, ഫീമാ അഫ്നാഹു, അതുകൊണ്ട് അവൻ എന്ത് നേടി എന്ന് അള്ളാഹിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതുകൊണ്ട് അള്ളാഹുവിനെ അവനെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം, എന്റെ ആയുസ് കൊണ്ട് ഞാൻ എന്തൊക്കെ നേടിയെന്ന്. ഞാൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എന്താ നമ്മൾ നേടിയത്? ചിലർ ആവേശത്തോടെ പറയും, പൊരണ്ടാക്കി, ജോലി വാങ്ങി, പഠിച്ച്, മക്കളെ പഠിപ്പിച്ച്. ഇതൊന്നും വേണ്ടാന്ന് അർത്ഥത്തിലല്ലോ ഞാൻ പറയണത്. വാഹനം വാങ്ങി, എനിക്ക് ഇക്കാലത്തിൽ വിചാരമില്ല ഞാനൊരു വാഹനം വാങ്ങുന്നു. വാഹനം വാങ്ങി, വീട് വെച്ചു, വലിയ വീട് വെച്ചു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി. ഒന്നും കൂടി പ്രായം മൂത്ത വേറെ ചിലർ പറയും, മക്കളെ കെട്ടിച്ചു, മൂത്ത മോളെ നല്ലൊരു സ്ഥലത്തേക്ക് കെട്ടിച്ചു, ഓളെ മോക്ക് 10A+ കിട്ടി, ഇളയ മോനെ കെട്ടി, ആ ഇളയ മോന്റെ മോനാണ് ഇപ്പൊ മദ്രസയിൽ പോയിട്ട് കാണാതെ ഖുർആനൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞുതരും. റാഹത്ത് ജീവിതല്ലേ. അൽമാലു വൽ ബനൂന സീനത്തൽ ഹയാത്തി ദുനിയ. മക്കളും പൈസയൊക്കെ ദുനിയാവിലൊരു അലങ്കാരം മാത്ര. ആ ആയുസ് കൊണ്ട് നീ നിനക്കെന്ത് നേടി? നാളെ അള്ളാന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്റെ ആയുസ് കൊണ്ട് പടച്ചോന്റെ ദുനിയാവിൽ എന്റെ കബറിലേക്ക് കൊണ്ടുപോകാൻ എനിക്കെന്ത് നേടി? ഒരു നല്ല വിശ്വാസം, ഒരു നല്ല സ്വഭാവം, ഒരു നല്ല സാമ്പത്തികം, ഒരു നല്ല കുടുംബം. ഈ ദുനിയാവിൽ എന്താ എന്റെ ഇങ്ങളെയും കൈമല് പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചുണ്ടാനുള്ളത്? അള്ളാഹുവിന് വേണ്ടി നമ്മളെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് നിർത്തിയത്.
നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ അറഫ മൈതാനിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന്റെ തൊട്ടു മുൻപ് ആദ്യത്തെ അവസാനത്തെ ഹജ്ജ് ചെയ്യുന്നു. ആ ഹജ്ജിന് വേണ്ടി അറഫ മൈതാനിയിൽ ലക്ഷക്കണക്കിന് സഹാബാക്കൾ ഒന്ന് ഒരുമിച്ച് കൂടിയുന്ന 1,00,000-ലധികം സഹാബാക്കൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോ അന്ന് റസൂലുള്ളാഹിന്റെ കൂടെയുള്ള സഹാബാക്കൾ 1,00,000 ചില്ലാന. ചരിത്രം പറയുന്നുണ്ട് 1,25,000 അടുത്ത് വരെ എത്തുന്നു. 1,25,000 സഹാബാക്കൾ അന്ന് പ്രവാചകന്റെ കൂടെ മദീനയിൽ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ ഹബീബ് മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള അറഫ പ്രസംഗത്തിൽ 1,20,000-ലധികം സഹാബാക്കൾ അന്ന് പങ്കെടുത്തിട്ടും ഇന്നും മക്കയിലും മദീനയിലുള്ള കബറെണ്ണിയാൽ 10,000 താഴെ സഹാബത്തിന്റെ കബറേ ഉള്ളൂ. 10,000 സഹാബത്തിന്റെ കബറേ മക്കയിലും മദീനയിലും കൂടിയായിട്ടുള്ളൂ. ബാക്കി 1,10,000 സഹാബാക്കളെ കബറെവിടെ പോയി? ഇവരെവിടെ കിടന്നാ മരിച്ചത്? ഇവരേത് നാട്ടിൽ നിന്നാ മരിച്ചതെന്നറിയോ? ലോകത്തിന്റെ നാനാഭാഗത്തുള്ള കയറിച്ചെല്ലാൻ സാധിക്കുന്ന സർവ്വ രാജ്യങ്ങളിലും സഹാബത്ത് കയറി ചെന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെന്നു, ഏഷ്യൻ രാജ്യങ്ങളിൽ ചെന്നു. കടലുകൾ താണ്ടി കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് കച്ചവടം ചെയ്യുന്നതോടൊപ്പം ഉപജീവന മാർഗത്തോടൊപ്പം അവര് ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പുറപ്പെട്ടു. കേരളക്കരയിലും വന്നില്ലേ മാലിക്കും ദീനാറും കൂട്ടരും? അതുകൊണ്ടായിരുന്നു ഇന്ന് മക്കയിലും മദീനയിലുമായിട്ട് 10,000 സഹാബാക്കളെ കബറയുള്ളൂ. ബാക്കി എവിടെ പോയി എന്നറിയോ? അറഫ മൈതാനിയിൽ മരണം കൺമുൻപിൽ കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കൊടുക്കുന്ന ഒരു വസിയത്തുണ്ട്, ഉപദേശമുണ്ട്, അറഫ പ്രസംഗം. ആ അറഫ പ്രസംഗിക്കുന്നതിന്റെ തൊട്ടു മുൻപാണ് അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയത്. നബിയെ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നത്തോടുകൂടി ഇസ്ലാം എന്ന മതം പൂർത്തിയായിട്ടോ നബിയെ. ആ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സെക്കൻഡിൽ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് കാര്യം തിരിഞ്ഞു. ഇനി പടച്ചോന്നെ മരിപ്പിക്കല്ലാതെ ഇനി എനിക്ക് വഹി വരാനില്ല. കാരണം അള്ളാന്റെ മതം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്ന എന്റെ മരണ. ആ മരണം കൺമുൻപിൽ കണ്ടതുപോലെയാ. തൊട്ടടുത്ത നിമിഷം സഹാബാക്കളോട് അള്ളാഹുവിന്റെ റസൂലുള്ള പറഞ്ഞു, ഖുദൂ അന്നി മനാസിക്കക്കും, ഞാൻ എന്തൊക്കെ ചെയ്തുന്നും ഞാൻ എന്തൊക്കെ അനുവാദം തന്നും ശരിക്ക് നോക്കി പഠിച്ച് പിൻപറ്റണട്ടോ. ഫലഅല്ലി ലാ അൽകാക്കും ബഅദ ആമി ഹാദാ. ഈ കൊല്ലത്തിന് ശേഷം ഇനി നമ്മൾ കണ്ടോളണമെന്നില്ല. ആ മരണം കൺമുൻപിൽ കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശ അറഫ പ്രസംഗം. ആ പ്രസംഗത്തിന്റെ അവസാനം ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഫൽയുബല്ലിഗു ഷാഹിദു ലിൽ ഗായിബ്. ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്ത ആളുകൾക്ക് വേണ്ടി പടച്ചോന്റെ ദീനൊന്ന് അറിയിച്ചു കൊടുക്കണം. അന്ന് സഹാബാക്കൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. കിട്ടാവുന്നത്ര ഭക്ഷണവും കിട്ടാവുന്നത്ര വസ്ത്രവും അവരെടുത്തു. അവരുടെ ഒട്ടകം ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിന്നത് ആ ഭാഗത്തേക്ക് അവർ പുറപ്പെട്ടു. അവരുടെ ഒട്ടകങ്ങളും കുതിരകളും ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിന്നത് ആ ഭാഗത്തേക്ക് അവർ പുറപ്പെട്ടു. എന്തിന്? അള്ളാന്റെ ദീന് ദഅവത്ത് നടത്താൻ, പടച്ചോന്റെ ദീനിനെ പറ്റി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. കടലുകൾ താണ്ടി, പർവ്വതങ്ങൾ താണ്ടി, ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന സഹാബത്ത് കാല് മണലിൽ പറ്റി വെന്തുപോകാതിരിക്കാൻ ഈത്തപ്പനയുടെ ഓലകൾ കാലിന്റെ അടിയിൽ കെട്ടിവെച്ച് നടന്നു എന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹാബാക്കൾ രാജ്യത്തിന്റെ ലോകത്തിന്റെ ഈ ഭൂലോകത്തിന്റെ സർവ്വഭാഗത്തേക്കും നടന്ന് ദഅവത്ത് നടത്തി അള്ളാന്റെ ദീനിനെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ നമ്മൾ എന്താ ചെയ്ത്? നമുക്ക് കിട്ടിയ ഒരു ദീന് സ്വന്തം വീട്ടിൽ പറയാൻ പറ്റിയിട്ടുണ്ടോ? ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന മോനെ അവിടെ വെച്ച് വലത്തെ കൈ കൊണ്ട് എടുക്കണോന്ന്? ഒരു 5:15 കൊടുക്കുന്ന സുബഹി ബാങ്കിക്ക് മക്കളെ വിളിച്ചുണർത്താൻ പറ്റിയിട്ടുണ്ടോ? ഒരു ദിവസം ഒരു 10 ആയത്ത് ഓതാൻ പറ്റിയിട്ടുണ്ടോ? സ്വന്തം വീട്ടിലുള്ള കുടുംബത്തിലുള്ള ഭർത്താവിനോട് ഭാര്യനോട് അള്ളാന്റെ ദീനിന്റെ ഒരു അക്ഷരം പറയാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഞാൻ കുറ്റം പറയല്ലോ. ജീവിതത്തിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യത, നീ പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി എനക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇന്നൊക്കെ ചില വീടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ചില വാഹനത്തിലൊക്കെ ഒരു വലിയ വാഹനം വാങ്ങി, അത്യാവശ്യം നല്ല പൈസന്റെ വാഹന, ഒരു വലിയ വീടുണ്ടാക്കി, ഒരു 4000 സ്ക്വയർ ഫീറ്റ്. ചിലപ്പം ചിലർ ആദ്യം അതിന്റെ മുൻപിൽ വെക്കുന്നത് എന്തായിരിക്കും അറിയോ? ഹാദാ മിൻ ഫദ്ലു റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫളിലാണ്. നിങ്ങൾ പല സ്ഥലത്തും കാണലുണ്ടാകും ആ ഒരു, ഒന്നെങ്കിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത് മാത്രം അതായിരിക്കും, ഒരു ഗ്ലാസ് ഇട്ട് ചില്ലിട്ട കൂട്ടിലൊക്കെ ആ ഖുർആനിക ആയത്ത് ഹാദാ മിൻ ഫദ്ലു റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫളിലാണ്, അനുഗ്രഹമാണ്. ആ ആയത്ത് അവിടെ തീരുന്നില്ല. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്താണത്. ആ ആയത്ത് അവിടെ തീരാതെ പടച്ചോൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഹാദാ മിൻ ഫദ്ലു റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ. അതാരും എഴുതിയേക്കൂല. ഹാദാ മിൻ ഫദ്ലു റബ്ബി, ഇതെന്റെ പടച്ച റബ്ബിന്റെ ഒരു ഫളിലാണ്. എന്തിന്?
ലിയബ്ലുവനി, അവൻ എന്നെ പരീക്ഷിക്കാൻ. എന്റെ ഈ വലിയ വീട് പടച്ചോൻ എനിക്ക് തന്ന റഹ്മത്താണ്, ബർക്കത്താണെങ്കിലും ലിയബ്ലുവനി, അവൻ എന്നെ പരീക്ഷിക്കാൻ തന്നതാണിത്. എന്റെ ഈ കാറ്, വില കൂടിയ കാറ് പടച്ചോൻ തന്നതാണെങ്കിലും ലിയബ്ലുവനി, അവൻ എന്നെ പരീക്ഷിക്കാൻ തന്നതാ. എന്റെ ഈ ഡിഗ്രി, എന്റെ ഈ വിദ്യാഭ്യാസം, എന്റെ ഈ പ്രൊഫഷണൽ, ഹാദാമിൻ ഫളിലു റബ്ബി, ഇത് പടച്ചോന്റെ ഒരു ഫളിലാ. പക്ഷേ ലിയബ്ലുവനി അഷ്കുറു ഔ അക്ഫുറു, ആരൊക്കെയാണ് നന്ദി കാണിക്കുന്നതെന്നും നന്ദി കെട്ടവന്മാരെന്നും അള്ളാഹുവിന് അറിയാൻ. അല്ലാണ്ട് പടച്ചോൻ നമ്മളെ ഫളില് മാത്രം തന്ന് ആ ഫളില് നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് തന്ന ഫളിലല്ലതൊന്നും. നമ്മളിൽ ആരൊക്കെ നന്ദി കാണിക്കുന്നു, നന്ദി കെട്ടവന്മാരുണ്ട് എന്ന് അള്ളാഹുവിന് പരീക്ഷിച്ചറിയാൻ, കണ്ടറിയാൻ. അള്ളാഹു തന്ന ഭവനത്തിന്റെ ഉള്ളിൽ ഒരു വക്ത് നിസ്കാരം നടക്കുന്നില്ലെങ്കിൽ ഔ അക്ഫുർ, നന്ദി കെട്ടവനാണെന്ന് പടച്ചോൻ ബോധ്യപ്പെട്ടു. അള്ളാഹു തന്ന വാഹനം, പടച്ചോൻ തന്ന പ്രൊഫഷൻ, അള്ളാഹു തന്ന മക്കള്, അള്ളാഹു തന്ന കുടുംബം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതി കൊണ്ടുനടക്കാൻ പറ്റുന്നില്ലേ? അള്ളാന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും നന്ദി കെട്ടവന്മാരായിട്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, ആരെങ്കിലും നന്ദി കാണിച്ച അതിന്റെ ഗുണം അവൻ തന്നെയാ. നമ്മൾ മനസ്സറിഞ്ഞൊരു നന്ദി കാണിച്ച അതിന്റെ ഗുണം നമുക്ക്. വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. എന്നിട്ട് അള്ളാഹുവിന്റെ ഭാഗം പറയാ, ഇനി നന്ദി കേട് നിങ്ങൾ കാണിച്ചു, നന്ദി കെട്ടവന്മാരായി നിങ്ങളെങ്കിൽ ഫഇന്ന റബ്ബി ഗനിയ്യുൻ, അള്ളാഹു പരിശുദ്ധനാട്ടോ. നിങ്ങൾ നന്ദി കെട്ടെന്ന് കരുതി, നിങ്ങൾ മോശമായി എന്ന് കരുതി പടച്ചോൻ ഒരു ചുക്കും സംഭവിക്കാനില്ല. കാരണം കരീം, അവൻ മാന്യനാ, അവൻ മാന്യനാ. അല്ലാഹ് ചോദിക്കാതെ വാരിക്കോരി തന്നിട്ടുണ്ട്. അന്യായങ്ങളും അവിവേകങ്ങളും ചെയ്തിട്ടും അവൻ നിങ്ങളെ പരിപാലിക്കുന്നുണ്ട്. എത്രത്തോളം തോന്നിയാസം ചെയ്ത് കിടന്നുറങ്ങിയിട്ടും നേരം വെളുത്തിട്ട് ശ്വാസം പടച്ചോൻ തിരിച്ചരുന്നുണ്ട്. ഹക്കാണോ ബാത്തിലാണോ എന്ന് നോക്കാതെ വാരിത്തുന്ന് ഹറാമായത് സമ്പാദിച്ചിട്ടും പടച്ചോൻ അത് ദഹിപ്പിക്കുന്നുണ്ട്. മോശായ പലതും കണ്ടു കടന്നിട്ടും പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ കണ്ണിന്റെ കാഴ്ച അല്ലാഹ് തിരിച്ചെന്നിട്ടുണ്ട്. ആരാന്റെ കൊഞ്ചൽ കേൾക്കാനും ഭർത്താവിനെയും ഭാര്യനെയും വഞ്ചിച്ചു നടന്നിട്ടും പടച്ചോൻ എന്നെ അത് മൂടി വെച്ച് സഹായിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം പടച്ചോൻ പൊട്ടനാന്നല്ല. ഫഇന്ന റബ്ബി ഗനിയ്യുൻ, അല്ലാഹ് പരിശുദ്ധിയുള്ളവനാ, കരീം മാന്യനുവാ. നന്ദി ചെയ്യുന്നവർക്കേ പടച്ചോൻ ആഖിറത്തിൽ വെളിച്ചം നൽകിയിട്ടുള്ളൂ. ഈ ലോകത്തിലും ആത്യന്തികമായ അവസാനത്തെ വിജയം നന്ദി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാ. അതുകൊണ്ട് നമ്മൾ ഇന്ന് പറയാറില്ലേ, ഒരാൾ ഏറ്റവും നല്ല ജോബ് എന്താ? ഗുഡ് ജോബ്. മറ്റൊരാൾക്ക് വഴി കാണിച്ചു കൊടുക്കുക, നല്ല വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാനൊക്കെ പറയാറുണ്ട്, നാട്ടിൽ ഞാൻ കുറ്റം പറയാന്ന് കരുതല്ലേ ഒരിക്കൽ കൂടി. ഈ കൂട്ടത്തിലുള്ളവരെ പലരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ദീനീ രംഗത്ത് സജീവമായിട്ട് ഇടപെടുന്നവര്, മുന്നിൽ വരുന്ന രോഗികളോടും അല്ലാത്ത ആളുകളോടും മാന്യമായിട്ട് മാറുന്നവര്, ഏറ്റെടുക്കുന്ന കാര്യത്തിൽ കൃത്യനിഷ്ഠതയോടെ അള്ളാനെ പേടിച്ച് ജീവിക്കുന്നവരാണെന്ന 100% ബോധ്യത്തോടെ, ഒരു പക്ഷേ നമ്മളെക്കാൾ, എന്നേക്കാൾ, ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ പ്രവർത്തനങ്ങളെക്കാൾ, പ്രവർത്തകന്മാരെക്കാൾ മാന്യമായി പ്രൊഫഷണൽ മേഖല കൊണ്ടടക്കുന്നവരുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ എന്റെ സംസാരം. കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല. ചില നാട്ടിലൊക്കെ പഠിച്ച്, വിദേശത്ത് പോയി പഠിച്ച് നാട്ടിലൊക്കെ നിൽക്കും, കല്യാണാലോചനകളൊക്കെ വരുമ്പോൾ ചിലർ ആലോചിക്കും, എന്ത് ഇന്ന ഒരാളില്ല അഹമ്മദാജി ഉണ്ട്, അഹമ്മദാജി ഇങ്ങനെയാള്, ആൾക്കാർ പറയും നല്ല മനുഷ്യനാ, ഏത് സമയവും പള്ളിയിലുണ്ടാവും, നല്ലൊരു മനുഷ്യൻ, അള്ളാന്റെ എന്തോ ഒരു ബർക്കത്ത് കിട്ടിയ മാതിരിയാ, മക്കളൊക്കെ നല്ലോണം പഠിക്കുകയും ചെയ്യും, നല്ലോണം പഠിച്ചു. മൂത്തോനെ ഒരുത്തനുണ്ട്, എന്താ പോന്റെ വിവരം? ഓൻ ഇങ്ങനെ പഠിക്കാൻ ഗൾഫിലൊക്കെ വിദേശത്ത് ഏതോ രാജ്യത്തൊക്കെ പോയിട്ടുണ്ട്, നല്ല വിദ്യാഭ്യാസം നേടിക്ക്, നാട്ടിൽ ഓൻ ഏതോ ഒരു ജോലിയും വലിയൊരു സ്ഥാപനത്ത് കിട്ടിയിട്ടുണ്ട്, ഏതോ ഒരു നല്ല ശമ്പളമുള്ള ഒരു ജോലിയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആളെങ്ങനെയാ? അപ്പൊ നാട്ടുകാരെന്നെ പറയും കുഴപ്പമൊന്നുമില്ല, നല്ല ഡീസന്റ് ചെറിയ ഓന്റെ ജോലി കൂലി, ഒഴിവുള്ള ഏതെങ്കിലും ദിവസങ്ങളൊക്കെ പള്ളി കാണാൻ, പെരുന്നാളിന് എന്തായാലും ഉണ്ടാവലുണ്ട്. എന്നിട്ട് പറയും ഓ നല്ല ചെറിയോനാട്ടോ, ഓനാ നല്ലവൻ. എന്നാരാ പറഞ്ഞത്? അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞ നല്ലോനാരാന്നറിയോ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. ദുനിയാവിൽ എന്ത് കിട്ടിയാലും, എന്തുന്നതിയിലെത്തിയാലും, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കാൻ അവൻ വരുന്നുണ്ടേ, ഓൻ നല്ലോനാന്ന് പറഞ്ഞോ. കാരണം എന്താണെന്നറിയോ? നല്ലത് പറയാൻ ഇറങ്ങുമ്പോൾ കുറെ ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. ഞാനൊക്കെ പറയാറുണ്ട്, ഞാൻ ഇവിടെ MMI സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ തൊട്ടു മുൻപിലെ ഷാദുലിപ്പള്ളിയിലാ കുത്തുബ അറിയാ. കുത്തുബ കഴിഞ്ഞിറങ്ങുമ്പോൾ ചിലർ കൈ പിടിച്ചിട്ട് പറയും അടിപൊളി കുത്തുബായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിന് കേൾക്കേണ്ടതെന്നൊക്കെ പറയും. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഒരു 10 വാപ്പൻ ഇഞ്ചി കിട്ടിയിട്ടുണ്ടാവും. കാരണം ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണേ, ഒന്നിലും ഇടപെടാണ്ട് മിണ്ടാന്നാ മതി. അങ്ങനെ ഉണ്ട് കുറെ നാട്ടിലെ ആൾക്കാർ, ആരെ കാര്യത്തിൽ ഇടപെടൂല. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങും, പള്ളിയിൽ വരും, നിസ്കരിക്കും, ഒരു ചിരി ചിരിച്ച് അങ്ങ് പോകും.
ആരും ഒരു കാര്യത്തിലേക്കും ഇല്ല. എന്തെങ്കിലും ദീനീപരമായ കാര്യങ്ങൾക്കുണ്ടോ? ഇല്ല, ഒരു വിഭാഗത്തിലേക്കും ഇല്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങാൻ താല്പര്യമുണ്ടോ? ഒന്നും നമുക്ക് നടക്കൂല, അതുമായിട്ട് നടക്കുന്നവര് നടക്കട്ടെ, നമ്മളെ നോക്കുമ്പോ നിസ്കാരവും പോരാ. അത് മാത്രം നല്ലോന്റെ ലക്ഷണമല്ല. അവനാന്റെ ഇബാദത്തും അവനാന്റെ കാര്യവും മാത്രം നോക്കി നല്ലതാണ് അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹ് പറഞ്ഞതേ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. രണ്ടാമത്തത് അള്ളാഹ് പറയുന്നു വഅമില സ്വാലിഹൻ, എന്നിട്ടവൻ നല്ലത് പ്രവർത്തിക്കട്ടെ. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, എന്നിട്ടവൻ പറയട്ടെ ഞാൻ അള്ളാന്റെ ദുനിയാവിൽ ഇസ്ലാം എന്ന ദീനിനനുസരിച്ച് ജീവിക്കുന്നവനാ. നാട്ടുകാരോടും ജനങ്ങൾക്കിടയിലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കുറച്ച് താഴ്ത്തിക്കെട്ടും, ആളുകൾ പരിഹസിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞേ, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്ന പലരും പിൻഭാഗത്ത് ചാരിയിരുന്ന് ഫാനിന്റെ കാറ്റും നോക്കി പെട്ടെന്ന് ഇറങ്ങി ഓടാനുള്ള സൗകര്യം നോക്കി സഫൊപ്പിക്കാതിരിക്കുമ്പോ നിങ്ങളൊന്ന് ചെന്ന് പറഞ്ഞു നോക്കി. ഒരു കുഴപ്പമില്ലാത്ത കാലിനും കയ്യിനും ക്ഷീണമില്ലാത്തവനാണെങ്കിലും ഒന്ന് മുന്നോട്ട് സഫൊപ്പിച്ചിരിക്കട്ടോ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളിരുന്നോട്ടെ, അയ്യ നമ്മളെന്നാക്കട്ടെ, അയ്യാണെ പോയി നന്നായിക്കോന്നു. നല്ലത് പറഞ്ഞ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അള്ളാഹു ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഇടപെടുന്ന മേഖല ഏതാണോ ആ മേഖലയിൽ, അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ മേഖലയിൽ നമ്മളെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമുക്ക് അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കാൻ പറ്റണം. ഞാൻ ചിന്തിക്കാറുണ്ട്, എന്റെ പ്രൊഫഷണലുകൾക്കിടയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായി. ഏകദേശം 10-25 കൊല്ലങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച് ഇന്നും പ്രോഫ്കോണുകൾ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ഹൈസെക്കുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തപ്പെട്ടു. ഇക്കഴിഞ്ഞ ഹൈസെക്കിന് പോലും അത്തോളിയിൽ നടത്തപ്പെട്ട കൺവെൻഷൻ സെന്ററിൽ അവസാനം 4:45 മണിക്ക് എഴുന്നേറ്റ് പോകാൻ മടിക്കുക മക്കള്. കണ്ണുനീരുമായി ആ സ്റ്റേജിന്റെ പിൻഭാഗത്ത് വന്നു വാപ്പാന്റെയും ഉമ്മാന്റെയും കുറ്റവും ചെയ്തു പോയ പാപങ്ങളും ഇനി ചെയ്യാൻ എന്തുണ്ട് എന്ന് ചോദിച്ച് കണ്ണീരോട് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ, ഏത് രംഗത്തും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത് നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ അടയാളപ്പെടുത്തൽ ഉണ്ടാവണം. നമ്മൾ എത്ര കാലം ദുനിയാവിൽ ജീവിച്ചു എന്നുള്ളത് ഒരു ചോദ്യേ അല്ല. ജീവിച്ച കാലം കൊണ്ട് നമുക്ക് എത്ര ഭംഗിയായി അള്ളാഹുവിനെ കാണാൻ പറ്റി എന്നുള്ളതാണ്. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയാറുണ്ട്, ഞാൻ അവസാനിപ്പിക്കാം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത് പോലും വല്ലാത്തൊരു രംഗ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രബോധനത്തിന് അയക്കുന്നത് മിസ്അബ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനെയാണ്. അന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയപ്പോൾ മദീനയിലെ ഗോത്രക്കാരെല്ലാവരും കൂടിയിട്ട് ഒരു ഗുണ്ടനെ കണ്ടെത്തി. ആ ഗുണ്ടന്റെ പേര് സഅദ് ബിൻ മുആദ്. ആ ഗുണ്ടൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സഅദേ, ഈ ചോദിക്കുന്നത് ഞങ്ങൾ തരും, ഈ ഒരാളെ കൊല്ലണം. ആരെ? മക്കയിൽ നിന്നും മുഹമ്മദിന്റെ ഒരു അനുയായി വന്നിട്ടുണ്ട് മദീനയിൽ, പേര് മിസ്അബ്, ഒറ്റയടിക്ക് കൊല്ലണം, ആരാന്നറിയാനും പാടില്ല. ആ കൊട്ടേഷൻ ഏറ്റെടുത്ത സഅദ് ബിൻ മുആദ് വിഷം പുരട്ടിയ ഒരു അമ്പുമായി കാത്തിരുന്നു, ഒരു ചാട്ടുളിയുമായി. കാരണം ഏറുകൊണ്ട് മരിച്ചിട്ടില്ലെങ്കിലും വിഷം കൊണ്ട് മരിക്കണം എന്ന്. മിസ്അബ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി പഠിപ്പിക്കുന്ന ഈത്തപ്പനന്റെ മറവിൽ വന്ന് അദ്ദേഹം കാത്തിരുന്നു. ഒരായത്തോതിയപ്പോ വിചാരിച്ചു അടുത്ത ആയത്തോതിയിട്ട് കൊല്ലാം, അതങ്ങ് തീർന്നോട്ടെ. പക്ഷെ അന്ന് വൈകുന്നേരം വരെ വാളനക്കാൻ പറ്റാതെ ആ ആയത്ത് അദ്ദേഹം ലയിച്ചിരുന്നു കേട്ടു. പിറ്റേ ദിവസം അദ്ദേഹം വന്നു കൊല്ലാൻ, അന്നും അദ്ദേഹം അതിൽ ലയിച്ചിരുന്നു. മൂന്നാമത്തെ ദിവസം തന്റെ കയ്യിലുള്ള കടാര മണലിലേക്ക് വലിച്ചെറിഞ്ഞ് മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ വന്നു നിന്നിട്ട് പറഞ്ഞു, മിസ്അബേ, ഇത്ര സന്തോഷാണ് അള്ളാഹുവിന്റെ ദീനെങ്കിൽ, ഇത്ര സമാധാനമാണ് റസൂലുള്ളാന്റെ വാക്കെങ്കിൽ, എനിക്ക് ആ റസൂലിനെ ഒന്ന് നേരിട്ട് കാണണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് സഅദ് ബിൻ മുആദ് ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് 30-ആം വയസ്സിൽ. 30-ആം വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹം 35-ാമത്തെ വയസ്സിൽ മരിക്കുന്നുണ്ട്. 35-ാമത്തെ വയസ്സിന്റെ ഇടയിലാണ് അന്ന് ബദർ യുദ്ധം വരുന്നത്. ആ ബദർ യുദ്ധത്തിൽ റസൂലുള്ളാന്റെ പിന്നിലും മുന്നിലും നിന്ന് ശത്രുക്കൾക്ക് നേരെ പടവാളോങ്ങിയത് ഇതേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീരോടെ പറഞ്ഞിട്ടുണ്ട്, സഅദേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, എന്ത് ചെയ്യണം, തിരിച്ചു പോണോന്ന്. ശത്രുക്കൾ ഇടിച്ചു കയറുന്ന കണ്ടപ്പം സഅദ് കൊല്ലപ്പെടുമോ എന്നുള്ള പേടിയിലാ റസൂലുള്ളാഹി ചോദ്യം ചോദിക്കുന്നത്. അതിന് സഅദ് ബിൻ മുആദ് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, നബിയേ, എന്റെ കഴുത്തിന്റെ മുകളിലേക്ക് തല കണ്ടിട്ടില്ലെങ്കിൽ താങ്കൾ തിരിച്ചോടിക്കോ. ഈ തല കഴുത്തിന്റെ മേലെയുണ്ടെങ്കിൽ അതുള്ള സമയം വരെ നിങ്ങളെ ഞാൻ പൊന്നുപോലെ നോക്കും നബിയെ. സഅദ് ബിൻ മുആദ് 35-ാമത്തെ വയസ്സിൽ ഒരു യുദ്ധത്തിന്റെ ഇടയിൽ വയറിന് വെട്ടുകിട്ടി രക്തം വാർന്നു മരിക്കുക. ആ മരിച്ച സഅദ് ബിൻ മുആദിന്റെ മയ്യത്ത് മദീന പള്ളിന്റെ മുറ്റത്ത് ഇങ്ങനെ കിടത്തിയപ്പോ ഓടി വന്ന റസൂലുള്ളാഹി മയ്യത്തിന്റെ മുഖത്തിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് സഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ സഅദിന്റെ മരണ വാർത്ത കേട്ട് റബ്ബിന്റെ സിംഹാസനം പോലും ഒന്ന് വിറച്ചുപോയി. ഒരു പ്രയോഗമാണ്. എന്നിട്ട് ആ മയ്യത്തെടുത്ത് 6 അടി മണ്ണിലേക്ക് വെച്ച് പിന്നീട് 3 പിടി മണ്ണ് വാരിയിട്ട് തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുന്നതിന്റെ ഇടക്ക് പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കി റസൂൽ ഇങ്ങനെ ചിരിക്കും.
അതുവരെ കരഞ്ഞ റസൂലുള്ള ചിരിക്കുന്നത് കണ്ടപ്പം സഹാബാക്കൾ ചോദിച്ചു, നബിയെ ഇതുവരെ ചിരിച്ച കരഞ്ഞ നിങ്ങൾ എന്തിനാ നബിയെ ഇപ്പൊ ചിരിച്ച്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏത് മനുഷ്യൻ മരിച്ച് കബറിൽ കൊണ്ടുവച്ചാലും ആ കബറിന്ന് പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അള്ളാഹ് മലക്കുകളെ നിശ്ചയിച്ചേൽപ്പിക്കും. ആ മലക്കുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മനുഷ്യൻ ചെയ്ത നല്ല കാര്യങ്ങളെ കൊണ്ടാ. ചിലർക്ക് 10 മലക്ക ഉണ്ടാവും, കാരണം ഓൻ അത്രേ ചെയ്തിട്ടുണ്ടാവും. ചിലർക്ക് 100 ഉണ്ടാവും, ചിലർക്ക് 1000 ഉണ്ടാവും. എന്നിട്ട് ആ മയ്യത്തിലേക്ക് ചൂണ്ടി റസൂലുള്ളാഹ് കബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്റെ സഅദിനെ കബറിൽ വെച്ചപ്പോ ആ കബറിന്ന് പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അള്ളാഹ് നിശ്ചയിച്ച മലക്ക് എത്രയാണെന്നറിയോ സഹാബത്തെ? അള്ളാന്റെ സ്വർഗത്തിന് കാവല് നിൽക്കുന്ന 70,000 മലക്കുകൾ. 70,000 മലക്കുകളുടെ അകമ്പടിയോടെ പടച്ചോന്റെ അടുത്തേക്ക് സഅദ് പോകുന്നത് അള്ളാഹ് കാണിച്ചെന്നപ്പോ എനിക്ക് ചിരിക്കാനാ തോന്നിയത്. ഇതിലും വലിയൊരു ആദരവിന്റെ സഅദിന് പടച്ചോൻ കൊടുക്കാനില്ല. 5 കൊല്ലം, 30-ാം വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു, 35-ൽ ഷഹീദായി. 5 കൊല്ലം കൊണ്ട് 70,000 മലക്ക്. ഞാനും നിങ്ങളൊക്കെ എത്ര കൊല്ലായി? ഒരു 50 മലക്കെങ്കിലും കബറിലുണ്ടാവുമോ? എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, ജീവിച്ച കാലം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നുള്ളതാ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഞാൻ പറയാറുണ്ട്, ഇന്ന് ഖുറാഫാത്തിനെതിരെ നിൽക്കാൻ നമ്മളെ സഹായിച്ചതാരാ? നൂറ്റാണ്ടുകൾക്ക് മുൻപ്, 100 വർഷങ്ങൾക്ക് മുൻപ് ഈ കേരളത്തിൽ പണിയെടുത്ത മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കാരണവന്മാർ, ബക്കം മൗലവിയെ പോലെ, ഉമർ മൗലവിയെ പോലെ, അലവി മൗലവിയെ പോലെ, അബുസബാഹ് മൗലവിയെ പോലെ, എ.പി. അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, സയ്യിദ് മൗലവിയെ പോലെ. ഉമർ മൗലവിന്റെ ഓർമ്മകളുടെ തീരത്ത് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ട്. നിങ്ങൾ എത്ര ആള് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയൂല. ഓരോ പേജും കണ്ണു നിറഞ്ഞിട്ടേ വായിക്കാൻ പറ്റൂ. കാരണം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, സയ്യിദ് മൗലവി പട്ടാളപ്പള്ളിയിൽ ഖുതുബ നടത്തിയിരുന്ന ആദ്യത്തെ മനുഷ്യൻ. അന്ന് അദ്ദേഹം പട്ടാളപ്പള്ളിയിൽ ഖുതുബ നടത്തിയപ്പോ കുറെ ആളുകൾ വടകരക്ക് ക്ഷണിച്ചുകൊണ്ടുപോയി. പോകുന്ന പോക്കിൽ കൊയിലാണ്ടി കടപ്പുറത്തെത്തിയപ്പോ കുറച്ച് കച്ചവടക്കാർ പറഞ്ഞു, സയ്യിദ് മൗലവിയെ, ഞാൻ ഇടക്ക് വല്യങ്ങാടി വരുമ്പോ നിങ്ങളെ പ്രസംഗം കേൾക്കലുണ്ട്, ഇവിടെ ഒന്ന് പ്രസംഗിക്കി. തന്റെ മേശപ്പുറത്ത് കയ്യിലുള്ള ഒരു ബാഗ് മേശപ്പുറത്തേക്ക് വെച്ച് കുറച്ച് അരിഷ്ടം തോണ്ടി തിന്ന് എഴുന്നേറ്റ് നിന്ന് ഹംദും സ്വലാത്തും പറഞ്ഞ് 2 വാക്ക് പറയുമ്പോഴേക്കും ചീറിപ്പാൻ ആരോ എടുത്തെറിഞ്ഞൊരു കരിങ്കല്ലിന്റെ കഷണം കൊണ്ട് അദ്ദേഹത്തിന്റെ ചുണ്ടും മുൻവശത്തെ പല്ലു ഇളകി ചോര വന്നു. തന്റെ വായിലുള്ള ചോര നിലത്തെ കാഞ്ഞു തുപ്പി വീണ്ടും അരമണിക്കൂർ പ്രസംഗിച്ച് തന്റെ ബേഗൊക്കത്ത് വെച്ച് വീണ്ടും വടകരയിലേക്ക് നടന്നു പോകുന്ന സയ്യിദ് മൗലവിനെ കണ്ട് അന്ന് നാട്ടുകാർ പോലും കരഞ്ഞുന്നാ. ഉമർ മൗലവിന്റെ ബുക്കിലുള്ളതാ. അവരൊക്കെ അന്ന് കണ്ട ത്യാഗവും അവര് ചെയ്ത അന്നത്തെ ത്യാഗവും ഇന്ന് എനിക്കും ഇങ്ങൾക്കും ആശുപത്രി പോലും പോകാൻ പറ്റുന്നത്. ഒരു ആശുപത്രി പോയിട്ട് ആരെങ്കിലും കണ്ട് ചികിത്സിച്ച അത് ഖുറാഫാത്താണെന്നും ആ പെണ്ണിനെയും ആണിനെയും ഭ്രഷ്ട് കൽപ്പിച്ച് ഒറ്റപ്പെടുത്തിയിരുന്നു കേരളത്തിൽ. 9 മാസം ഗർഭിണിയായ പെണ്ണിനെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിഞ്ഞാണത്തിൽ നഫീസത്ത് മാല എഴുതി കുടിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളക്കരയിൽ, ഇന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മളെ നാട് മാറിയത് അള്ളാന്റെ ദീനിനെ ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു പറ്റം ആളുകൾ പരിശ്രമിച്ചതിന്റെ പേരിലാ. ഈ ഇരിക്കുന്ന പെൺമക്കൾക്ക് പോലും വിദ്യാഭ്യാസം നേടിയത് എന്തുകൊണ്ടാ? കേരളത്തിൽ മദ്രസകളും സ്ഥാപനങ്ങളും ആരംഭിച്ചപ്പോ പലരും പെൺമക്കളെ അകത്ത് പൂട്ടിയിടണമെന്നും അവളെ എഴുത്തും വായനയും പഠിക്കാൻ പാടില്ലെന്നും വാശി പിടിച്ചു. ഇന്നത്തെ പുരോഹിതന്മാരിൽപ്പെട്ടവരും അന്നത്തെ പുരോഹിതന്മാരിൽപ്പെട്ടവരും. അതിനവര് പറഞ്ഞൊരു കാരണം എന്താ? എഴുത്തും വായനയും പഠിച്ച അവള് കത്ത് എഴുതും, ലവ് ലെറ്റർ എഴുതും. അതായത് അന്നത്തെ കണ്ടെത്തൽ. ഇന്ന് അഭിമാനത്തോടു കൂടി സമൂഹത്തിന് മുൻപിൽ എഴുന്നേറ്റ് നിന്ന് ഓരോ മേഖലകളിലും, പ്രൊഫഷൻ മേഖലകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ലോകത്തിലുള്ള പല അടയാളപ്പെടുത്തലുകൾക്കും ഈ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കേരളക്കരയിൽ അതിന് വഴിവെച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരാ. അവർ പറഞ്ഞു, പഠിപ്പിക്കണം. കേരളത്തിലെ സ്ഥാപനങ്ങളിലേക്ക് പെൺമക്കളെ കൂട്ടിക്കൊണ്ടുപോയി അവരെ പഠിപ്പിച്ചു, ഉന്നത സ്ഥാനത്തെത്തിച്ചു. ഈ ഒരു ചരിത്രം നമ്മളെ സന്തോഷിപ്പിക്കുമ്പോ നമ്മൾ എന്താ ചെയ്ത്? വരാനിരിക്കുന്ന ഒരു തലമുറക്ക് മുൻപിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ രംഗത്തും തിന്മകളാ. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് മനുഷ്യന്റെ ബുദ്ധി വളരുമ്പം അവന്റെ വിശ്വാസത്തിലൊക്കെ ഒരു വ്യക്തത വരുന്നു. ഇല്ല. ഒരു ഭാഗത്തുനിന്ന് അന്ധതയും അന്ധത വിശ്വാസങ്ങളും പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കേട്ടില്ലേ, ഇന്നലെ ലേറ്റസ്റ്റ് മോഡൽ എത്തി. 300 ഏക്കർ 3 ഏക്കർ ഒരു ഷെയ്ഖിന്റെ കറാമത്തുണ്ട്, അല്ലെങ്കിൽ റസൂലുള്ള രാത്രിയിൽ വന്നിട്ട് ഞാൻ എനിക്ക് വാങ്ങിത്തരും എന്ന് പറഞ്ഞ കഥ മുതൽ ആകാശത്ത് കൂടെ പോകുന്ന വിമാനം മടവൂരിറക്കിയിട്ട് അവിടുന്ന് കയറിപ്പോയാല് വിളിച്ചൂട്ട് ആൾക്കാർ തക്ബീർ. 9 മാസം ഗർഭിണിയാവാത്ത പെണ്ണിന്, അല്ലെങ്കിൽ ഗർഭം ധരിക്കാത്ത പെണ്ണിന് കോഴിക്കാല് കൊടുത്തു ഗർഭം ധരിപ്പിച്ചു. ഷെയ്ഖുനാന്റെ കറാമത്ത്. ചീറിപ്പാഞ്ഞു വന്ന തീവണ്ടീനെ കൈകൊണ്ട് താങ്ങി നിർത്തിയിട്ട് പറഞ്ഞു, ഇത്ര സ്പീഡിലില്ല, പോകാൻ പാടില്ല, കുറച്ച് സ്പീഡ് കുറച്ചിട്ടേ പോകാന്ന്. തീവണ്ടി എന്നെ ചൂളിപ്പോയി. ഇതൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ഒരു തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുക. വിശ്വാസത്തിൽ പോലും ഹയ്യുൽ ഖയ്യൂമായ റബ്ബിന് പകരം നിർമ്മിത കഥകളിലേക്കും കെട്ടുകഥകളിലേക്കും മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോയി. അതോടുകൂടി ജനങ്ങൾക്കും വളരുന്ന തലമുറക്കും തോന്നി മതം വലിയ പ്രശ്ന, മതം പ്രയാസ.
അതുകൊണ്ട് മതവിശ്വാസത്തെക്കാൾ അവനവന്റെ വ്യക്തി, മൈ ബോഡി മൈ ചോയ്സ്, എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും, മതം പറഞ്ഞ് ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വരരുത്. ആ കാലഘട്ടത്തിൽ മക്കളുടെ കുത്തഴിഞ്ഞ ജീവിതം, ആണാണും പെണ്ണിനെയും കെട്ടി. എന്തുകൊണ്ടാ കാരണം? ദാമ്പത്യ ജീവിതം ബുദ്ധിമുട്ടായിട്ട് തോന്നി, ഗർഭം ധരിക്കലൊക്കെ പെൺകുട്ടിക്ക് പ്രയാസമായിട്ട് തോന്നി, മുലയൂട്ടലൊക്കെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്നതായിട്ട് തോന്നി. അപ്പൊ അവര് പറയാൻ തുടങ്ങി, ഇനി കല്യാണമൊന്നും വേണ്ട, ലിവിങ് ടുഗറുകൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് മരിക്കുന്നവരെ അങ്ങനെ പോകാം. അങ്ങനെ പോവോ? ഇല്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നീട് ലഹരിയിലെത്തും, കുറച്ചു കാലം കഴിഞ്ഞാൽ ആത്മഹത്യയിലെത്തും, അല്ലെങ്കിൽ സ്വയം നശിക്കുന്ന അവസ്ഥയിലേക്കെത്തും. അവിടെയാണ് മതത്തിന്റെ കൃത്യമായൊരു രീതി ഈ സമൂഹത്തിന് അറിയിച്ചു കൊടുക്കാൻ നമ്മളെ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മളെ തലമുറകളിലേക്ക് ആ ഒരു ദീനിനെ അറിയിച്ചു കൊടുക്കാൻ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കണം, കുടുംബത്തിന്റെ ബന്ധങ്ങളുടെ മഹത്വം അറിയിച്ചു കൊടുക്കണം. ഒരുപാട് ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. ലോകത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായ ഫോണിനെ വാഴ്ത്തുന്നതോടൊപ്പം തന്നെ ആ ഫോൺ കൊണ്ടുണ്ടാകുന്ന കെടുതികൾ അനേകായിരങ്ങളാ. പലപ്പോഴും കൗൺസിലിംഗിന് ഇരിക്കുമ്പോ നെഞ്ചു പൊട്ടിക്കരയുന്ന ആണിനെയും പെണ്ണിനെയും കാണാറുണ്ട്. കുടുംബത്തിലെ വിഷയമാ ഒരു മനുഷ്യന്റെ കരളിന് ഏറ്റവും കൂടുതൽ കരയിപ്പിക്കുന്നത്. ഒരാൾ ചീത്ത പറഞ്ഞാലും ഒരാൾ തല്ലിയാലും ആ വേദനക്കൊരളവുണ്ട്. പക്ഷെ സ്വന്തം കുടുംബത്തിൽ ഭാര്യയുടെ അവിഹിതം കണ്ടിട്ടും ഭർത്താവിന്റെ അവിഹിതം കണ്ടിട്ടും നെഞ്ചു പൊട്ടി ജീവിക്കുന്നവരുടെ കൂട്ടത്ത് കരയുന്നത് ഓളെ വാപ്പയമ്മയ്യ, ഓളെ ഏട്ടത്തിയാ, ഓളെ ഏട്ടത്തിന്റെ ഓളെ കുടുംബ. രണ്ടു പേര് തമ്മിലുള്ള പ്രശ്നം കുടുംബത്തിലെ രണ്ട് ചേരിയായി കരഞ്ഞു തീരുക. എത്ര കുടുംബങ്ങളിൽ ഈ വൃത്തികേടുകൾ. വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്തെത്തുമ്പം ഹസ് വരുന്നുണ്ട്, ഇനി നാളെ കാണാം. വീട്ടിന്റെ ഗേറ്റിൽ ലോൺ അടിക്കുന്നതിന്റെ തൊട്ടു മുൻപ് കാറുന്നോയ്, വീടെത്താറായി, ഇനി നാളെ കാണാം. അള്ളാന്റെ ദുനിയാവിൽ ബന്ധങ്ങൾക്ക് അള്ളാഹു എളുപ്പം നൽകിയപ്പോ ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ കുടുംബം നശിക്കാനുള്ള അവസരമായിട്ട് ആളുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പുകൾ തുടങ്ങുമ്പോഴും പറയും ബന്ധം ചേരാനാണ്. ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ നമ്പർ കൊണ്ടാണ് ഉള്ള കുടുംബം പോയത്. ബന്ധങ്ങളൊക്കെ തകർന്നൊരു കാലഘട്ടത്തിൽ പരസ്പരം സ്നേഹിച്ച് പരസ്പരം ഒരു വാപ്പയുമ്മയും പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നതിനേക്കാളും വലിയൊരു ക്ലാസ് ഒന്നും മക്കൾക്ക് കൊടുക്കാനില്ല കേട്ടോ. അതുങ്ങളൊന്ന് ജീവിതത്തിലൊന്ന് പകർത്തി കാണിച്ചു കൊടുത്തു നോക്കൂ. ലോകത്ത് നിങ്ങൾക്ക് ഒരു സ്നേഹത്തിന്റെ അളവുകോല് പ്രകടിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല, പറഞ്ഞു കൊടുക്കാൻ പറ്റൂല, പക്ഷെ കാണിച്ചു കൊടുക്കാൻ പറ്റും. വാപ്പ അമ്മനെ സ്നേഹിക്കുന്നതും ഉമ്മ വാപ്പനെ സ്നേഹിക്കുന്നതും. ഇക്കഴിഞ്ഞ ഹൈസക്കിൽ പിന്നാമ്പുറത്തേക്ക് വന്ന് കരഞ്ഞിരുന്നൊരു പെണ്ണ് കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു പെൺകുട്ടി, എനിക്ക് എന്റെ വാപ്പനെ പോലത്തെ ഒരു പിയാപ്പിളിനെ കിട്ടാൻ ദുആ ചെയ്യണേ. അതൊരു വാപ്പന്റെ അഭിമാന. വാപ്പ എന്ത് തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിലും ആ മക്കൾക്ക് കിട്ടിയ ഒരു സമ്പത്താണ് ആ വാപ്പ. ഇത് പെൺമക്കളും പറയുന്നവരുണ്ട്, എന്റെ ഉമ്മാനെ പോലുള്ള ഒരു ഉമ്മാനെ, ഒരു ഭാര്യനെ കിട്ടണമെന്ന്. ഇന്ന് കുടുംബങ്ങളൊക്കെ പൈസ ഉണ്ടാക്കണം, എല്ലാവർക്കും മുതലും പൈസയും ഒക്കെ ദുനിയാവിലുണ്ട്. അവസാനം മരിച്ചു പോകുമ്പോ എന്താ ഇപ്പൊ ജീവിച്ചതെന്ന് ചോദിച്ചാ ഒരു ദിവസം പോലും മനസ്സമാധാനത്തോടെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങിയിട്ടുണ്ടാവില്ല. ആയുസ്സിൽ പടച്ചോൻ തരുന്നത് ഒരു 10 കൊല്ലാണോ? ആസ്വദിച്ചോളൂ മനുഷ്യരെ. അള്ളാന്റെ ദുനിയാവിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആയുസ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാത്രി പിണങ്ങിക്കിടന്ന ആ രാത്രി പോയി നാർത്തും. പിറ്റേന്നൊരു രാത്രി വേറെ ഉണ്ടല്ലോ എന്നല്ല, ആ രാത്രി വേറെ ഉള്ളതാ. കഴിഞ്ഞു പോയൊരു രാത്രി നശിച്ചു പോയതാ. അങ്ങനെ പരസ്പരം മനസ്സിലാക്കിയും പൊരുത്തപ്പെട്ടും സ്നേഹിച്ച് ജീവിക്കുമ്പോ ദുനിയാവിന് പട്ടിണിയാണെങ്കിലും സഹാബത്ത് കിടന്നതുപോലെ ഈത്തപ്പന ഓലക്ക് കൂരക്ക് താഴെ ആകാശങ്ങളുടെ നക്ഷത്രങ്ങൾ എണ്ണി ജീവിച്ച് പട്ടിണിയുടെ പരിവട്ടം കൊണ്ട് പരന്ന പാറക്കല്ല് വയറ്റത്ത് കെട്ടിവെച്ചിട്ടാ കിടന്നതെങ്കിലും ഒരു രാത്രി പോലും കിടന്നുറങ്ങാതിരുന്നിട്ടില്ല. മനസ്സമാധാനത്തോടെ കിടന്നിറങ്ങിയിട്ടുണ്ട്, തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിലും ഉടുക്കാൻ കിട്ടിയിട്ടില്ലെങ്കിലും. ഇന്ന് ഇതൊക്കെ ഞമ്മക്കുണ്ട്, കുടുംബത്തെ സ്വൈര്യം മാത്രമല്ല. കാരണം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ച് നമ്മളെ ഈ രംഗത്തൊക്കെ ഒരുപാട് പരസ്പരം മനസ്സിലാക്കലുകളൊക്കെ വേണം. മക്കൾ വഴിതെറ്റുന്നു എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കൾ എത്ര പേര് മക്കൾക്ക് ദീനിന്റെ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ചിലര് പറയും മക്കൾ നല്ലോണം പഠിക്കുന്നു. അൽഹംദുലില്ലാ, നല്ലോണം പഠിക്കുന്നത് മാത്രം ഒരു ക്വാളിറ്റി ആയിട്ട് പറയരുത്. ആ പഠിക്കുന്നത് അവളെ ജീവിതത്തിൽ എല്ലാ സ്വഭാവത്തിലും ഞാൻ കാണുന്നുണ്ട് എന്നുള്ളൊരു അഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല വാപ്പയും വയ്യ. നമ്മളൊരു നല്ല വാപ്പയും വയ്യ. ഓള് പഠിക്കുന്നതിന്റെ ക്വാളിറ്റി ഓളെ സ്വഭാവത്തിൽ കാണുന്നുണ്ട് എന്ന് അവളെ ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം ഉണ്ടെന്ന് ചിന്തിക്കുന്ന സമയത്തിന്റെ പരിമിതിന്റെ സമയം കഴിഞ്ഞാൽ നിർത്തുക. സാമ്പത്തിക രംഗത്ത്, ഈ രംഗത്തൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ ഏത് രംഗത്ത് ഇടപെടുമ്പോഴും നമ്മളൊരു അടയാളപ്പെടുത്തൽ അവിടെ ഉണ്ടാകണം. ഇക്കഴിഞ്ഞ പ്രളയത്തിൽ തെക്കൻ കേരളത്തിൽ കുത്തിയൊലിച്ച് മലവെള്ളപ്പാച്ചിലിൽ ഒരു നാടൊന്നാകെ വെള്ളത്തിന്റെ അടിയിലായപ്പോ പത്തനംതിട്ടക്കടുത്തുള്ള ആദിവാസി കോളനിയിലേക്ക് 70 പൊതിച്ചോറുമായി പോയ ഒരു തഹസിൽദാര് 60 എണ്ണം വിതരണം ചെയ്തു, ബാക്കി 10 എണ്ണം ബാക്കി. അവിടുത്തെ പ്രവർത്തകന്മാരിൽ ചിലരൊക്കെ എടുത്തു തിന്നാൻ തുടങ്ങിയപ്പോ ഒരു കൂട്ടര് പറഞ്ഞു, ഒന്ന് നിങ്ങളെടുത്ത് തിന്നോളൂ എന്ന്. തഹസിൽദാർ പറഞ്ഞു, അതെനിക്ക് അർഹതപ്പെട്ടതല്ല, അതെനിക്ക് ഹലാലല്ല. അറബി അറിയാത്ത പലരും ചോദിച്ച് ഹലാലല്ല എന്ന് പറഞ്ഞാൽ അതെന്താ? അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുത്തു, ഞാനൊരു അബ്ദുർ റഹീം എന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തിലുണ്ടായ ഒരു സൃഷ്ടിയ. ആ ഞാൻ
മറ്റു പലർക്കും വേണ്ടി കൊണ്ടുവന്ന സാധനം എനിക്ക് പടച്ചോന്റെ പ്രളയം ബാധിപ്പിച്ചിട്ടില്ല. എന്റെ വീട് സുരക്ഷിതമാ. എനിക്ക് 70ന്റെ മേലെ ശമ്പളം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായി സർക്കാർ നിശ്ചയിച്ചതിൽ നിന്ന് ഒരു പൊതിച്ചോറെടുത്ത് തിന്നാല് അത് ആഖിറത്തിൽ അള്ളാന്റെ മുൻപിൽ തിന്നത് അത്രയും നശിപ്പിച്ചു കളയുമെന്നും ആയുസ്സിൽ ചെയ്തത് അത്രയും ഇല്ലാണ്ടാക്കി കളയുമെന്നും കണ്ണുനീരോട് അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ടെങ്കിൽ ആ പ്രൊഫഷണലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ സമ്പാദ്യവും അദ്ദേഹത്തിനും കുടുംബത്തിനും നാളെ ബർക്കത്തായിട്ട് അള്ളാഹ് തിരിച്ചു കൊടുക്കും. ആ തിരിച്ചറിവ് ആ സാമ്പത്തിക രംഗത്ത് ഉണ്ടാവുന്നുണ്ട്. അല്ലാതെ എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കാൻ മാത്രമാണെങ്കിൽ എല്ലാ രംഗവും പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? പണ്ടൊക്കെ ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും പഠിച്ച പ്രൊഫഷണൽ മേഖലയെ പൈസ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ മൗലവിമാര് മേഖല വരെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ്. കാരണം ഞാനിപ്പോ നിങ്ങളോട് പറയാ, ഞാനേ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്. നിങ്ങൾ 10 ലക്ഷം റുപ്യ വീതം എല്ലാവരും തന്നാൽ ഞാൻ മാസത്തിൽ ലാഭം തരും. എന്താ ബിസിനസ്? ഹരിയാനയിൽ നിന്ന് പോത്തിനെ കൊണ്ടുവന്ന് ഇവിടെ വളർത്തുക. അതിന്റെ ചാണകം വിറ്റിട്ടും പാല് കറന്നെടുത്തിട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിനെ വിറ്റിട്ടും കശാപ്പുകാർക്ക് കൊടുത്തിട്ടും ലാഭം നിങ്ങൾക്ക് മാസത്തിനും. ആയുസ്സിൽ ഇതുവരെ ഞാനൊരു പോത്തിനെ നല്ലോണം പോറ്റിയിട്ടില്ല. അതിനെപ്പോഴാ കറക്കേണ്ടത് എനിക്കറിയൂല. അതിനെപ്പോഴാ ചേലിനിടേണ്ടത് ഇണ ചേർക്കേണ്ടത് എനിക്കറിയൂല. ഇതൊന്നും അറിയാത്ത ഞാൻ പിന്നെ എനിക്ക് എന്താ ക്വാളിറ്റി ഉള്ളത്? ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. മിമ്പർമ കയറുന്നുണ്ട്. ഞാൻ വിശ്വസിച്ചിട്ട് നിങ്ങളെല്ലാവരോടും ഇങ്ങോട്ട് ലക്ഷം കൊണ്ടുത്തരികയും ചെയ്യും. ഞാൻ അതേറ്റ് മുങ്ങുകയും ചെയ്യും. എത്ര ആളെ പൈസ എത്ര ആള് കൊണ്ടുപോയി. മണിച്ചയിലെ നെറ്റ് മാർക്കറ്റിങ്ങുകളിലൊക്കെ പൈസ ഇട്ടിട്ട് ഇടുമ്പോ ആരോടും പറയൂല, പോയാലാ പറയും. ഇടുമ്പോ ആരെങ്കിലും പറഞ്ഞിട്ട് അത് ചെയ്യലടാ അതെനിക്ക് ഹലാലാവൂലെന്ന് കേൾക്കാനുള്ള ബേജാറുകൊണ്ട് ചോദിക്കൂല. പോയി കഴിഞ്ഞാൽ നാട്ടിലെ സർവ്വ മൂല്യന്മാരോടും ചോദിക്കും അത് ഹലാലായിനോ ഹറാമായിരുന്നോ. എത്ര ആളുകൾ പൈസ ഉണ്ടാക്കാനോട് ദുനിയാവില്. ഇനി ഉണ്ടാക്കിയതൊക്കെ മനുഷ്യന്റെ ആയുസ് പിടിച്ചു നിർത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട് 18 കൊല്ലം ഗൾഫിൽ നിന്നു, എന്തൊക്കെയോ സൂക്കേടായിട്ട് നാട്ടിൽ വന്നു, ഇപ്പൊ ഏകദേശം ഒരു 15 ലക്ഷം റുപ്യ ചെലവായി. അദ്ദേഹം പറയാ ഇതിന്റെ ഉള്ളിലുള്ള 4-5 അവയവത്തിന് മാത്രം എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നപ്പോ എനിക്ക് 15 ലക്ഷം പോയി. ഇത് മൊത്തം ഞാൻ കേടായിനെങ്കിൽ എത്ര കോടി ചെലവാക്കേണ്ടി വരികയായിരുന്നു. ദുനിയാവിൽ പടച്ചോൻ തരുന്ന പൈസ അള്ളാന്റെ ദുനിയാവെന്ന് അള്ളാഹ് ക്രയവിക്രയത്തിന് തന്നതാ. അതിനുവേണ്ടി മരിച്ചോടിയാല് ദുനിയാവിൽ ഹക്കും ബാത്തിലും നോക്കാണ്ട് ഓടേണ്ടി വരും. എന്നാൽ കിട്ടുന്ന പൈസയിൽ ഹക്കേ ഉള്ളെങ്കിൽ അത് തിന്നുന്ന മക്കൾ പോലും പരലോകത്ത് ആ വാപ്പക്കും ഒക്കെ ഏറ്റവും വലിയ ബർക്കത്തായിരിക്കുന്ന. എന്നാൽ എത്ര ഹറാമായി സമ്പാദിച്ച് മക്കളെ കൊട്ടാരത്തിൽ വളർത്തിയാലും ഏത് സപ്രമഞ്ച കട്ടിലിൽ ഭാര്യനെ കിടത്തി ഉറക്കിയാലും ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിൽ പോയി താമസിച്ചാലും എന്തിന് പടച്ചിറപ്പിന്റെ മണ്ണായ കഅബയെ പോയി ഇരുന്ന് നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്താലും ഒരാളെ മനസ്സ് വേദനിപ്പിച്ചുണ്ടാക്കിയ ഒരു ഉറുപ്പ്യക്ക് നിങ്ങൾ ഒരു ആയുസ് നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഏറ്റവും ഇസ്സത്തായിട്ട് തന്നൊരു മേഖലയാണ് പ്രൊഫഷണൽ മേഖല. ഡോക്ടേഴ്സ് ആണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ഏത് രംഗത്താണെങ്കിലും ഞാൻ പറയാറുണ്ട്, പലപ്പോഴും നമുക്ക് അള്ളാഹു തന്ന ജീവനെ ഒരല്പമെങ്കിലും ആശ്വാസത്തോടു കൂടി ചേർത്ത് പിടിക്കാൻ പറ്റുന്ന, അള്ളാഹു നൽകുന്ന ജീവനെ മനസ്സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചേർത്ത് നിർത്തലുകൾ, അതോടൊപ്പം അവരുടെ പാരത്രികം നഷ്ടപ്പെടുത്താത്ത ഉപദേശങ്ങൾ, മാന്യമായ ഇടപെടലുകൾ, ഞാൻ ഇടപെടുന്ന ഓരോ രംഗത്തുമുള്ള അതിന്റെ സൂക്ഷ്മതകൾ, ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ മനസ്സിലൊരു സമാധാനം വരും. ഏത് രംഗത്തും നമ്മളൊരു നല്ല വഴിക്ക് പോയി നോക്കൂ, മനസ്സിൽ വലിയ സമാധാനം. എന്നൊരു കെട്ട വഴി തിരഞ്ഞെടുത്ത് നോക്കുകയാണ്ടി ആശങ്കയാ. ഒരാളെ മുഖത്തേക്ക് നോക്കുമ്പോൾ പടച്ചോനെ പോലെ അറിഞ്ഞിട്ടാണോ നോക്കുന്നത് എന്നുള്ളൊരു ബേജാറ് വരെ വരും. അതില്ലാതിരിക്കണേ. തെരഞ്ഞെടുക്കുന്ന വഴിയൊക്കെ മനസ്സിന്റെ സമാധാനത്തിനാവണം. നാളെ മറ്റന്നാൾ മരിക്കുമ്പോൾ നന്മണ്ട പള്ളിയിലും കോഴിക്കോട്ട് ഏതെങ്കിലും പള്ളിയിലും പുളിക്കല പള്ളിയിലും 10,000 വന്ന് മയ്യത്തസ്കരിക്കലല്ല പുണ്യം. 6 അടി മണ്ണ് കൊണ്ടുവച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് നാട്ടുകാർ തിരിച്ച് നടന്നു പോകുമ്പോ ആ ചെരുപ്പിന്റെ വാറുകൾ അകലുന്നതിന്റെ അതേ സെക്കൻഡിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ പരിമളം കിട്ടിയ കബറിൽ ജീവിക്കണേ. ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കാൻ പറ്റണം. ഒരാൾ ഒരു ഉറുപ്പിയും കട്ടെടുക്കാതെ ജീവിക്കാൻ പറ്റണം. ഒരാളെയും കണ്ണ് നിറയിപ്പിക്കാതെ ജീവിക്കാൻ പറ്റണം. അള്ളാഹ് തന്ന ആയുസ്സിൽ അള്ളാഹ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ള മനസ്സമാധാനത്തോടെ കിടക്കാൻ പറ്റണം. ആ ഒരു കിടക്കാനും തിരിച്ചു പോകാനും ഈ ദുനിയാവിൽ കിട്ടുന്ന ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി തൃപ്തിപ്പെടുന്ന രീതിയിലാക്കാനും ഈ ഒരു ഒരുമിച്ചുകൂടൽ അള്ളാഹു തൗഫീഖായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇൻഷാ അള്ളാഹ് ഇക്കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിലെ പ്രൊഫഷണലുകളെ ഒരുപാട് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു പ്രോഗ്രാമായിരുന്നു പ്രൊഫ്കോൺ എന്ന് നമ്മൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾ. ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി 3 ദിവസങ്ങളോളം നടക്കുന്ന ആ പരിപാടികളിൽ ഒരുപാട് ലഹരിയിൽ നിന്ന്, അക്രമത്തിൽ നിന്ന്, അധാർമിക ജീവിതത്തിൽ നിന്നൊക്കെ എത്രയോ പ്രൊഫഷണലുകൾക്ക് മാറി നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്, പല തോന്നിവാസ പ്രവർത്തനത്തിൽ നിന്ന്. ഇൻഷാ അല്ലാഹ് ഡിസംബർ 13, 14, 15 ദിവസങ്ങളിൽ. അപ്പൊ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കൂട്ടിയിട്ട് വരണം. നമ്മ കാര്യം ജയിക്കാനും തോൽപ്പിക്കാനൊന്നും അല്ല, ഒരൊറ്റ പോയിന്റ് അവന്റെ മനസ്സിലൊരു ഇളക്കുണ്ടാക്കിയ അത് മതി പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാവാൻ. നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത് ഒരു നാടിനെയാണ്, ഒരു കുടുംബത്തെയാണ്.
1000 കണ്ണീരുകളെയാണ്. ആ തിരിച്ചറിവോടെ ആ രംഗത്തും നിങ്ങൾ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.